അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ തൻ്റെ അധികാരത്തിലുള്ള ഒരു സ്ഥലത്തിലേക്ക് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അമീറാക്കി ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി ഒരാളെ ഉദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അഖ്റഇബ് ബിൻ ഹാബിസ് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി അയാൾ അവിടെ പോയാൽ വേണ്ടതുപോലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുമോ? നല്ലൊരു ഭരണാധികാരി ആകണമല്ലോ. തൻ്റെ കീഴിലുള്ള ആൾക്കാരൊക്കെ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെയും വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാകണമല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആ ആളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ് അയാൾ എങ്ങനെയാണ് എന്ന്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരം കിട്ടുകയാണ്. അദ്ദേഹം ഇന്നുവരെ തൻ്റെ മക്കളെ ചുംബിച്ചിട്ടില്ല എന്നൊരു വാക്ക്, അതായത് ഒരു നിലക്കും ഒരു സ്നേഹത്തിൻ്റെ ഒരു ചുംബന തൻ്റെ മക്കളിലേക്ക് അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ വിഷയം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചുകൊണ്ട് ആ ഉദ്ദേശിച്ച കാര്യം അവിടെ നിന്ന് നിർത്തിവെക്കുകയാണ്. അയാളെ തടയുകയാണ്. അയാളെ അവിടെ നിന്ന് അവിടത്തേക്ക് പോകുന്നത് വേണ്ട എന്ന് പറഞ്ഞ് വേറെ ഒരാളെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഭരണം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ സ്വന്തം വീട്ടുകാരോട് സ്വന്തം മക്കളോട് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ ഇന്നുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രജകളോട് നിങ്ങളോട് നീതി തേടി വരുന്ന ആൾക്കാരോട് നിങ്ങൾ എങ്ങനെ കാരുണ്യം കാണിക്കും, എങ്ങനെ സ്നേഹിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉഷാറ് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കുറവുള്ളതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? അതെ, പലപ്പോഴും അങ്ങനെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെയും നാം ചെയ്തു കൊടുക്കുന്നവരായിരിക്കാം. അവർക്ക് വേണ്ടി തന്നെയാണ് നാം അധ്വാനിക്കുന്നത്. രാത്രി പകലൊന്നില്ലാതെ നാം അധ്വാനിക്കുന്നതൊക്കെയും അവർക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ എന്നാലും ആ ഭാര്യ മക്കളോട് നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാനോ അവരോടൊന്ന് സ്നേഹം പങ്കിടാനോ അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നാം അതിന് തുനിഞ്ഞിട്ടുണ്ടോ? എത്രയോ ഭാര്യമാർക്കുള്ള പരാതിയാണ്, എൻ്റെ ഭർത്താവൊന്ന് അല്പസമയം എൻ്റെ അടുത്ത് ഇരുന്ന് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ സംസാരം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. മക്കൾക്ക് വല്ലാത്ത പരാതിയാണ്, ബാപ്പ വന്നു ഒരല്പസമയം നമ്മളെക്കുറിച്ച്, എൻ്റെ സ്കൂൾ പഠനത്തിനെ കുറിച്ച്, എൻ്റെ മദ്രസ പഠനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഒരല്പസമയം കേൾക്കാൻ ബാപ്പക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എത്രയോ മക്കൾ കൊതിക്കുകയാണ്. അവരെ സ്നേഹിക്കാനോ ഒരു സന്തോഷം പങ്കിടാൻ നമ്മൾക്ക് സമയം കിട്ടാതായി പോവുകയാണ്. ഇത് വല്ലാത്തൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ഒരിക്കലും അങ്ങനെ ആയിപ്പോകരുത്. നമ്മളും നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മക്കൾ, നാം എന്നും അവരോട് തുറന്ന മനസ്സോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെ നമ്മളെ മക്കൾക്ക് തോന്നണം, എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മയാണ് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ആള് എന്ന രീതിയിൽ അവരോട് നാം പെരുമാറുമ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാവുക. സ്നേഹമില്ലാത്തവൻ, വീട്ടുകാരോട് സ്നേഹം കാണിക്കാൻ പറ്റാത്തവൻ, അവൻ ഒന്നിനും കൊല്ലൂല എന്നൊരു സന്ദേശമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വീട്ടുകാരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കുടുംബക്കാരെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്വന്തം മക്കൾക്ക് സ്നേഹം നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയല്ലേ അവൻ നാട്ടുകാരോട് സ്നേഹം കാണിക്കുക? അവനെ കൊണ്ട് സാധിക്കില്ല. വലിയൊരു സന്ദേശമാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്വഭാവം നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.